നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ജനപ്രിയ മാർപ്പാപ്പയ്ക്ക് ലോകം വിടചൊല്ലി. കർദിനാൾ തിരുസംഘം തലവൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂരിന്റെ തൊഴിൽ പൂരം ആരംഭിച്ചു. പങ്കെടുക്കുന്നത് 25,000-ലധികം ഉദ്യോഗാർത്ഥികൾ. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ കൂട്ടിയതായി സിറ്റി പോലീസ് കമ്മീഷണർ. താടിക്കുടം LP സ്കൂളിൽ നടന്നുവരുന്ന സമയത്തും ലിറ്റിൽ തിയേറ്റർ എന്ന കുട്ടികളുടെ അവധിക്കാല കളരി 27-ന് സമാപിക്കും. വാർത്തകൾ വിശദമായി. ജനപ്രിയ മാർപ്പാപ്പയ്ക്ക് ലോകം വിടചൊല്ലി. കർദിനാൾ തിരുസംഘം തലവൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സംസ്കാര ശുശ്രൂഷകൾക്കു ശേഷം വിലാപയാത്രയായി ഭൗതികദേഹം റോമിലെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വലിയ പള്ളിയിലെത്തിച്ചു. ഖബറടക്കം ലളിതവും സുതാര്യവുമായ ചടങ്ങ് മാത്രമായിരുന്നു. 50ഓളം പേർ മാത്രമാണ് പള്ളിക്കുള്ളിലെ സംസ്കാരത്തിൽ പങ്കെടുത്തത്. പാപ്പായ്ക്ക് വിട പറയാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും രാഷ്ട്രതലവന്മാർ, വിശ്വാസികൾ എന്നിവർ എത്തിച്ചേർന്നു. 170 രാജ്യങ്ങളിൽ നിന്നുള്ള രാഷ്ട്രതലവന്മാർ പങ്കെടുത്തു. ലോക നേതാക്കളുടെ സമീപകാലത്തെ ഏറ്റവും വലിയ ഒത്തുചേരലായിരുന്നു പരിശുദ്ധ മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ വെച്ച് ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥനകളോടെ ആദരാഞ്ജലി അർപ്പിച്ച് പുഷ്പചക്രം സമർപ്പിച്ചു. ഭാരത കത്തോലിക്ക മെത്രാൻ സഭയുടെ അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത്, മുൻ അധ്യക്ഷൻ ഓസ്വാൾഡ് കാർഡിനൽ ഗ്രേഷ്യസ്, മതാന്തര സംവാദത്തിനുള്ള ഡിക്കാസ്ട്രിയുടെ തലവൻ മാർ ജോർജ് കാർഡിനൽ കുവക്കാട്ട്, ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കൽ, കേന്ദ്രമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ എന്നിവർ സന്നിഹിതരായിരുന്നു. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി തൃശൂരിൽ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് എന്നിവിടങ്ങളിലായി 35,000-ലധികം ഉദ്യോഗാർത്ഥികൾ മേളയിൽ പങ്കെടുത്തു. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെയാണ് രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചത്. 151 തൊഴിൽ ദാതാക്കളിൽ നിന്നും 577 വ്യത്യസ്തതരം മേഖലകളിലായി 35,000 തൊഴിലുകൾ വിജ്ഞാന തൃശൂരിലൂടെ നൽകാനാണ് ലക്ഷ്യം. ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തൊഴിൽ പൂരത്തിന് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വടക്കേ സ്റ്റാൻഡിൽ നിന്ന് രാവിലെ മുതൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് കൂടുതൽ ബസ് സർവീസുകൾ KSRTC സജ്ജീകരിച്ചു. KDIS, കില, ITC അക്കാദമി, കുടുംബശ്രീ തുടങ്ങിയ സർക്കാർ ഏജൻസികളും തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ മെഗാ തൊഴിൽ മേളയിലെ സജീവ പങ്കാളികളായി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ അനുസ്മരണം രേഖപ്പെടുത്തി മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ ജപമാല റാലി സംഘടിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് ജപമാല റാലി മഠം സെന്ററിൽ പോയി ദേവാലയത്തിൽ സമാപിച്ചു. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, ബ്രദർ ജോബി വടയാട്ടുകുഴി, തിരുക്കുടുംബ സന്യാസ സമൂഹത്തിലെ സിസ്റ്റേഴ്സ്, ഇടവക കൈക്കാരന്മാരായ വിൻസൻ കവലക്കാട്ട്, CC സാജൻ, ജോൺസൺ പാലക്കൻ, ഡാനി ഡേവിസ്, ഇടവക PRO നിധിൻ ജോസ്, പ്രതിനിധി യോഗ സെക്രട്ടറി റെജി ഇരുമ്പൻ, ഭക്തസംഘടനാംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ പ്രതിനിധികൾ എന്നിവർ നേതൃത്വം നൽകി. ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ പരിശുദ്ധ പാപ്പയോടുള്ള ആദരസൂചകമായി ആഘോഷങ്ങൾ ഒഴിവാക്കി ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു. പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ കൂട്ടി 4,000-ലും അധികം പോലീസുകാർ ഇത്തവണ നിരക്കും.
പൂരം കുറ്റമറ്റ രീതിയിൽ സംഘടിപ്പിക്കുമെന്നും പൂർവാധികം ഭംഗിയായി നടക്കുമെന്നും DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു DGP. പഹൽഗാം ആക്രമണ പശ്ചാത്തലത്തിൽ പൂരത്തിന് സുരക്ഷ കൂട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രത്യേക കമാൻഡോകളെ നിയോഗിക്കും, ആന്റി ഡ്രോൺ സിസ്റ്റം നടപ്പിലാക്കും. തൃശൂർ പൂരം നടത്തിപ്പിന് ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടു. 4000-ലധികം പോലീസിനെ വിന്യസിപ്പിക്കും. 35 DVSPമാരുടെ നേതൃത്വത്തിൽ പോലീസിനെ വിന്യസിപ്പിക്കും. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പൂരം സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ്. ഒരു പ്രശ്നവുമില്ലാതെ ഇത്തവണ നടത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. തൃശൂർ പൂരത്തെക്കുറിച്ച് താൻ നൽകിയ റിപ്പോർട്ട് സർക്കാരാണ് പരിഗണിക്കുന്നത്. കൊടുത്ത റിപ്പോർട്ടിനെ പറ്റി പ്രതികരിക്കാനില്ല. പൂരം കലക്കലിൽ ത്രിതല അന്വേഷണത്തിൽ മനോജ് എബ്രഹാം നടത്തിയ അന്വേഷണം പൂർത്തിയായെന്നും അദ്ദേഹം അറിയിച്ചു. വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് 2 മാസം മുമ്പ് തന്നെ ഇതിന്റെ നടപടിക്ക് ആവശ്യമുള്ള നടത്തിപ്പിന് വേണ്ടി ആവശ്യമുള്ള നടപടികൾ കൈക്കൊണ്ടു. ഇതിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് പലതവണ പല ലെവലിലുള്ള മീറ്റിംഗ്സ് ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് പൂരം വളരെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഫൈനൽ കൗണ്ടിംഗ് ഡേയ്സ് മാത്രമേ നമ്മുടെ പൂരം ഡിപ്ലോയ്മെന്റ് ഇങ്ങനെയാണ്. ഏകദേശം 6000 കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ പോവുകയാണ്. അതിലെ 35 DYSPമാർ, 71 ഇൻസ്പെക്ടർ, 50ഓളം ഡയറക്ട് റിക്രൂട്ട് SIs, ASI, SCPO 280, പിന്നെ CPO 3400, കൂടാതെ 200ഓളം വുമൻ CPOമാരും ഈ വർഷം വിന്യസിക്കാൻ പോകുകയാണ്. ഇത് കൂടാതെ 2 പ്ലാറ്റൂൺ കമാൻഡോസും ഒരു കമ്പനി NDRF നമ്മൾ ആവശ്യപ്പെട്ടു. ഇത്ര ഡിപ്ലോയ്മെന്റ് ആണ് നമ്മൾ ഈ വർഷം നടത്താൻ പോകുന്നത്. ഇത് കൂടാതെ നമ്മുടെ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടി 10 ഡ്രോൺസും പിന്നെ ഒരു ആന്റി ഡ്രോൺ സിസ്റ്റം കൂടി വിന്യസിക്കാൻ പോവുകയാണ്. ഈ നമ്മുടെ പഹൽഗാം ഇൻസിഡന്റിന് ശേഷം സുരക്ഷ കൂടുതൽ ആക്കാൻ വേണ്ടി ആന്റി സബോട്ടേജ് സ്കീംസും കൂടി കൂടുതൽ എണ്ണത്തിൽ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്. മിക്കവാറും എല്ലാ സീനിയർ ഉദ്യോഗസ്ഥരും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ തെരഞ്ഞെടുത്തിട്ട് ഈ തവണ ഡ്യൂട്ടിക്ക് ഇടുന്നത്. അവരോടൊപ്പം സീനിയർ ആയിട്ടുള്ള ഇൻസ്പെക്ടർമാരും അവരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ നിയോഗിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പാർക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഏറെ കൂടുതൽ പാർക്കിംഗ് ആണ് നമ്മൾ ഈ തവണ കണ്ടുപിടിച്ചിട്ടുള്ളത്. 44 പാർക്കിംഗ് സ്പേസും പിന്നെ 3 പാർക്കിംഗ് സ്പേസ് ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിന് മാത്രം ആയിട്ട് ഈ തവണ കണ്ടുപിടിച്ചു. കഴിഞ്ഞ തവണ 15 പാർക്കിംഗ് സ്പേസ് മാത്രം ഉണ്ടായിരുന്നു. അത് കൂടാതെ 337 CCTV ക്യാമറാസ് ഈ വർഷം ഉണ്ടായിരിക്കും. കഴിഞ്ഞ വർഷം 261 മാത്രം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രഗ്സിന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കാൻ വേണ്ടി ഒരുപാട് സ്പെഷ്യൽ ടീംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി കൂടി വിന്യസിക്കാൻ പോകുകയാണ്. ഇത്ര കാര്യങ്ങളാണ് നമ്മുടെ ഈ വർഷം പൂരത്തിന് വേണ്ടി സംവിധാനം. താങ്ക് യു. 2025-26 വർഷത്തെ പോഷൻ പക്വാഡയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്തിലെ അങ്കണവാടി പ്രവർത്തകർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ തിരിച്ചറിയുക, പോഷകാഹാരക്കുറവ് തടയുക, കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം എങ്ങനെ നടത്താം എന്നീ വിഷയങ്ങളിൽ വെട്ടുകാട് PHC ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ML, നഴ്സ് ബ്രിറ്റി എന്നിവർ ക്ലാസ് എടുത്തു. പുത്തൂർ പഞ്ചായത്ത് അംഗം നിമിഷ രതീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, ICDS സൂപ്പർവൈസർ പ്രീനു പ്രസാദ്, അംഗൻവാടി വർക്കർ ബിന്ദു എന്നിവർ സംസാരിച്ചു. തുടർന്ന് പോഷകാഹാര വിഭവങ്ങളുടെ പ്രദർശനമുണ്ടായിരുന്നു. പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടി പ്രവർത്തകരെ വിവിധ ഗ്രൂപ്പുകളിലായി തിരിച്ച് പരിപാടി സംഘടിപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുരേഷ്, ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ മികച്ച പോഷകാഹാരം കണ്ടെത്തുകയും തയ്യാറാക്കിയവർക്കുള്ള സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. 5 വയസ്സ് വരെ അല്ലെങ്കിൽ 1 വയസ്സ് വരെ കുട്ടിക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണെന്ന് അമ്മമാർക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഒരു ചെറിയ ക്ലാസ് പോലെ. അപ്പൊ ഇതിൽ മെയിനായിട്ട് മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ട്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട്.
എന്താണെന്ന് വെച്ചാൽ മോട്ടോർ ഡെവലപ്മെന്റ് നന്നായി ഇപ്പൊ കുട്ടി ഇരിക്കുക, നീന്തുക, അങ്ങനെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യണം അതാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കുഞ്ഞിനെ ഒരു പാട്ട് പാടി കൊടുക്കാം, ലാംഗ്വേജ്, നമ്മുടെ ലാംഗ്വേജ് കുട്ടി കേട്ടിട്ട് അതിന് മനസ്സിലാവുന്നില്ല, പക്ഷെ അത് മനസ്സിലാക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് മെയിൻ ആയിട്ടും വെർബൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറയും. അതായത് അവർക്ക് തൊട്ട് നോക്കി മനസ്സിലാക്കി, സൗണ്ട് മനസ്സിലാക്കി, അമ്മയുടെ സൗണ്ട് മനസ്സിലാക്കുക. ദേഷ്യമാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഓരോ സൗണ്ടുകൾ നോക്കിയാണ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. പാട്ടുകൾ, ഇപ്പൊ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് ഓർത്തു വെക്കുക, അതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. പിന്നത്തെയാണ് സോഷ്യൽ ഡെവലപ്മെന്റ്. ചില കുട്ടികൾക്ക് അച്ഛനും അമ്മയും അടുത്തില്ലെങ്കിൽ കുഞ്ഞു ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ കാണുമ്പോൾ കരച്ചിലാവും, അതാണ് സോഷ്യൽ ഡെവലപ്മെന്റ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവ് ശോഭ സുരേന്ദ്രന്റെ വീടിനു സമീപം നടന്ന ബോംബ് ആക്രമണ ശ്രമം ഭീരുത്വം നിറഞ്ഞതാണ്. ഇത്തരം അക്രമങ്ങളിലൂടെ BJP പ്രവർത്തകരെ ഭയപ്പെടുത്താനാകില്ല. ക്രമസമാധാനം നിലനിർത്താൻ പിണറായി വിജയന് പറ്റുന്നില്ലെങ്കിൽ രാജിവെച്ചു പോകണമെന്ന് BJP മേഖലാ പ്രസിഡന്റ് V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം BJP മേഖലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ഉല്ലാസ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി A നാഗേഷ് സമാപന പ്രസംഗം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ നേതാക്കളായ വിജയൻ വേപ്രത്ത്, സുധീഷ് മേനോത്ത്, ദിനേശ് കുമാർ, പ്രവീൺ, വിപിൻ ഐനിക്കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. പുത്തൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS ബാലസഭ കുട്ടികൾക്കായി മൈൻഡ് ബ്ലോവേഴ്സ് സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. വെട്ടുകാട് സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനേഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ ജിഷ നളാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ്, ST കൺവീനർ രേഷ്മ ബൈജു, ST പ്രൊമോട്ടർ അനിത, CDS മെമ്പർമാരായ ആർദ്ര കണ്ണൻ, ശ്യാമ സതീഷ്, സ്വപ്ന രജീവൻ, ധന്യ കിഷോർ, മെൽവി അജിമോൻ, കുടുംബശ്രീ അക്കൌണ്ടന്റ് ശ്രീദേവി ജോഷി എന്നിവർ പങ്കെടുത്തു. ഉപജീവനം, കൃഷി, ശാസ്ത്രം, തൊഴിൽ, ഗണിതം എന്നീ 5 വിഷയങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് നൽകി. മികച്ച രീതിയിൽ പ്രസംഗം നടത്തുന്നവരെ കണ്ടെത്തി ബ്ലോക്ക് തലത്തിലെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം, കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. സർവീസ് സഹകരണ ബാങ്കിൽ തട്ടിപ്പ് നടത്തി കോടികൾ തട്ടിയെടുത്ത കേസിൽ മുൻ സെക്രട്ടറി റിമാൻഡിൽ.
മാള കുറുവലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിയായിരുന്ന കുറുവലശ്ശേരി മാവേലിക്കര സ്വദേശി കപ്ലിയത്ത് വീട്ടിൽ സജീവനെയാണ് തൃശൂർ റൂറൽ ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. മാള കുറുവലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റായിരുന്ന രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറിയായിരുന്ന സജീവൻ, ജൂനിയർ ക്ലർക്കായിരുന്ന ടോജോ എന്നിവർ ചേർന്ന് അംഗങ്ങളുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കി പ്രതികളുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ മതിയായ ഈടില്ലാതെ വായ്പയെടുത്ത് 2,97,82,585 രൂപ തട്ടിപ്പ് നടത്തിയതിന് ബാങ്കിലെ സെക്രട്ടറിയായിരുന്ന നിക്സൺ എന്നയാളുടെ പരാതിയിൽ ഡിസംബർ മാസത്തിൽ മാള പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ഈ കേസ് ക്രൈംബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അന്വേഷിച്ചു വന്നിരുന്നു. ഈ കേസിലെ 2ാം പ്രതിയാണ് സജീവൻ. എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും ഇസാഫും സംയുക്തമായി കുളിർമ സമ്മർ ക്യാമ്പയിൻ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും നടത്തുന്നതിന്റെ ഭാഗമായി നടത്തറ പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു. നടത്തറ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. PR രഞ്ജിത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. EMC റിസോഴ്സ് പേഴ്സൺ കൃഷ്ണകുമാർ ചേലക്കര ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് പ്രതിനിധികൾ, ADS, CDS അംഗങ്ങൾ, പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വർദ്ധിച്ചുവരുന്ന ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതിനാൽ അന്തരീക്ഷ താപനില അസാധാരണമാൻ വിധം ഉയരുന്നത് സൂര്യാഘാതം, നിർജ്ജലീകരണം, ശ്വാസകോശ സംബന്ധ അസുഖങ്ങൾക്കും ഇടയാക്കുന്നു. എയർ കണ്ടീഷണറുകൾ, ഫാൻ തുടങ്ങിയവയുടെ ഉപയോഗം ഗണ്യമായി ഉയരുന്നു. വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നു. കെട്ടിടങ്ങളിലെ ചൂട് കുറയ്ക്കാനുള്ള സുസ്ഥിരവും ചെലവ് കുറഞ്ഞതുമായ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം. കുളിർമ സമ്മർ ക്യാമ്പയിൻ സൂര്യപ്രകാശത്തെ പ്രതിഫലിക്കുന്നതും ചൂട് കുറഞ്ഞ അളവിൽ ആഗിരണം ചെയ്യുന്നതുമായ വിവിധ രീതിയിലുള്ള മേൽക്കൂര സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചു. ചെലവ് കുറയ്ക്കുന്നു ഒന്ന്. പിന്നെ വീടിനുള്ളിൽ കുളിർമ കൂടുതൽ നേരം നിലനിർത്തുന്നതിനാൽ വൈദ്യുതി ചെലവ് കുറയുന്നു. എയർ കണ്ടീഷൻ, ഫാനുകൾ തുടങ്ങിയ ഉപകരണങ്ങൾ കുറയുന്നു. പരിസ്ഥിതി സൗഹൃദമാകുന്നു. എന്താണ് ചൂട് കുറയുമ്പോൾ കാർബൺ പുറത്തുവിടുന്ന സംവിധാനങ്ങളൊക്കെ കുറയും. പിന്നെ കൂൾ റൂഫ് കെട്ടിടങ്ങളിലെ ഇൻഡോർ താപനില താഴ്ന്ന നിലയിൽ, അതായത് ഉള്ളിലുള്ള താപത്തിന്റെ നിലയിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വരുത്താൻ ഈ റൂഫുകൾ കൊണ്ട് സാധിക്കുന്നു. അപ്പൊ ഡീറ്റെയിൽ ഐഡന്റിറ്റി ഫാക്ടർ നേരത്തെ പറഞ്ഞ തന്നെയാണ്. മറ്റുള്ള നഗരപ്രദേശങ്ങളിലുള്ള ചൂടിനെ എവിടേക്കും കടത്തിവിടാൻ പറ്റാതെ അവിടെ തന്നെ തളർന്നിട്ട് നിൽക്കുന്നു. പറയുന്നുണ്ട് കുറയ്ക്കുന്ന ചെലവ് കുറഞ്ഞ പരിസ്ഥിതി സൗഹൃദമാണ്. ഈ കൂൾ റൂഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മുകളിലേക്ക് തന്നെ പൊക്കോളും. അടിയിലേക്കൊന്നും അധികം പോകുന്നില്ല. പിന്നെ സാങ്കേതിക വിദ്യ, കൂൾ റൂഫ് മാർഗങ്ങൾ നിലവിലുള്ളത്. ഇപ്പൊ നിലവിലുള്ള ഒരു ബിൽഡിംഗ് ആണ്, ശ്രദ്ധിക്കുക, നിലവിലുള്ള ഒരു ബിൽഡിംഗിലാണ് നമ്മൾ കൂൾ റൂഫ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഉപരിതല ഫിനിഷിംഗ്, അതായത് മിക്സാക്കുക. എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേള പോസ്റ്റർ പ്രചരണ വീഡിയോ പ്രകാശനവും അവലോകന യോഗവും നടന്നു. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയുടെ പോസ്റ്ററിന്റെയും പ്രചരണ വീഡിയോയുടെയും പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. മാർച്ച് 29 ചേർന്ന സംഘാടക സമിതി യോഗത്തിലെ തീരുമാനപ്രകാരം വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും നടന്നു. പ്രദർശന വിപണനമേളയോടനുബന്ധിച്ച് നടക്കുന്ന കലാസാംസ്കാരിക പരിപാടികളുടെ മുന്നൊരുക്കങ്ങൾ, സ്റ്റാളുകളുടെ വിന്യാസം എന്നിവ വിലയിരുത്തി. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TR മായ, ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ S ഷീബ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ താണിക്കുടം UP സ്കൂളിൽ നടന്നുവരുന്ന സമേതം ലിറ്റിൽ തിയേറ്റർ അവധിക്കാല കുട്ടികളുടെ നാടക കളരി 27-ന് സമാപിക്കും. പൊതുസമൂഹത്തിൽ വിപത്തായി തീർന്ന ലഹരിയുടെ ഉപയോഗത്തിനെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കാനും ലഹരി വിരുദ്ധ പ്രചാരകരാക്കാനും പ്രാപ്തനാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഊന്നൽ കൊടുക്കുന്നത്. നാടകക്കളരിയുടെ സമാപന വിളംബരത്തിന്റെ ഭാഗമായി താണിക്കുടം ഗ്രാമീണ വായനശാലയുടെ മുന്നിൽ വലിച്ചുകെട്ടിയ 25 അടി നീളമുള്ള തുണിയിൽ പല വർണ്ണങ്ങളിൽ കൈമുദ്ര പതിപ്പിച്ച് കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. താണിക്കുടം UP സ്കൂൾ HM CK മാലതി ടീച്ചർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചിത്രകാരൻ PC ചാക്കോ ചിത്രം വരച്ചുകൊണ്ട് കുട്ടികളോടൊപ്പം ചേർന്നു. ഏപ്രിൽ 16-ന് മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹൻ ഉദ്ഘാടനം ചെയ്ത 10 ദിവസം നീണ്ടുനിന്ന നാടകക്കളരിയിൽ ശില്പശാല ഡയറക്ടർ KV ഗണേഷ്, VS ഗിരീശൻ, രാമചന്ദ്രൻ തെക്കിനിയത്ത്, അച്ചു എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. താണിക്കുടം ഗ്രാമീണ വായനശാല പ്രസിഡന്റ് PG സജീഷ് കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന സമേതം ലിറ്റിൽ തിയേറ്റർ അവധിക്കാല നാടക ശില്പശാലയ്ക്ക് വാർഡ് മെമ്പർ മിഥുൻ തീയത്തുപറമ്പിൽ, ബാലകൃഷ്ണൻ MG, വിനി VV, ET വർഗീസ് എന്നിവർ നേതൃത്വം നൽകി.
ശില്പശാലയിൽ രൂപപ്പെടുത്തിയ ജീവിതം ലഹരി കുട്ടികളുടെ നാടകം മാടക്കത്തറ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി 27 സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് രാവിലെ 9 മണിക്ക് താണിക്കുടം സെന്ററിൽ അവതരിപ്പിക്കും. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കുന്നംകുളത്ത് നടത്തുന്ന സ്മൃതിപഥം ഡിമെൻഷ്യ ഡേ കെയർ സെന്ററിലേക്ക് 2025-26 വർഷത്തിൽ ഡിമെൻഷ്യ ബാധിതരെ വീടുകളിൽ നിന്നും കൊണ്ടുവരുന്നതിനും തിരികെ വീടുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കാനും ടാക്സി പെർമിറ്റുള്ള 7 വർഷത്തിൽ കുറവ് പഴക്കമുള്ള കവചിത വാഹനം കരാർ അടിസ്ഥാനത്തിൽ ലഭ്യമാക്കാൻ ക്വട്ടേഷൻ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ മുദ്രവെച്ച ക്വട്ടേഷനുകൾ ഏപ്രിൽ 28-ന് മുൻപ് സമർപ്പിക്കുക. വിശദ വിവരങ്ങൾക്ക് 8502007762 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അപ്രഖ്യാപിതമായി 4 ദിവസം നെഹ്റു പാർക്ക് അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ നടത്തിയ പ്രതിഷേധ സമരം പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ഉദ്ഘാടനം ചെയ്തു. 4 ദിവസം മുൻപുണ്ടായ കാറ്റിലും മഴയിലും പാർക്കിലെ 2 മരങ്ങൾ ഒടിഞ്ഞു വീണു. 2 മണിക്കൂറിനുള്ളിൽ വെട്ടിമാറ്റി അപകടസ്ഥിതികളെല്ലാം ഒഴിവാക്കി സുരക്ഷയോടെ പാർക്ക് തുറന്നു കൊടുക്കുന്നതിന് പകരം ഇത്രയും ദിവസം അടച്ചിട്ടത് കുട്ടികളോട് കാണിച്ച അനീതിയാണെന്ന് രാജൻ ജെ പല്ലൻ പറഞ്ഞു. വെക്കേഷൻ സമയവും പൂരം എക്സിബിഷൻ നടക്കുന്നതിനാലും കുട്ടികൾ മാതാപിതാക്കളുമായി ഒരുപാട് ആളുകൾ പാർക്കിലും എക്സിബിഷൻ കാണാനുമായി തൃശൂരിൽ നിന്നും മറ്റു ജില്ലകളിൽ നിന്നും എത്തിച്ചേരുന്നു. അവരെ നിരാശപ്പെടുത്തിയാണ് പാർക്ക് അടച്ചത്. പാർക്ക് പ്രവർത്തിക്കില്ലെന്ന് ബോർഡ് വച്ചിരുന്നുവെന്നും കോൺഗ്രസ് കൌൺസിലർമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ബോർഡ് അഴിച്ചുമാറ്റി. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഇന്ന് ഉച്ചയ്ക്ക് പാർക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ മേയറുടെ ചേംബറിനുള്ളിൽ സമരം ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. പാർക്ക് കാണാൻ മാതാപിതാക്കളോടൊപ്പം വന്ന കുട്ടികളായ അന്തിക്കാട് നിന്ന് വനജ എന്ന മാതാവിനോടൊപ്പം സൈറ, കുറ്റുമുക്കിൽ നിന്ന് ബബിതയോടൊപ്പം മകൾ കീർത്തന എന്നീ കുട്ടികളെ കൊണ്ട് കൈകൾ കൊണ്ട് ഊഞ്ഞാലുണ്ടാക്കി അതിലിരുത്തി ആട്ടിയാണ് പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. ഉപനേതാവ് EV സുനിൽ രാജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ, കൌൺസിലർമാരായ ലാലി ജെയിംസ്, സിന്ധു ആന്റോ, വിനേഷ് തയ്യിൽ, എബി വർഗീസ്, സുനിത വിനു, അഡ്വക്കേറ്റ് വില്ലി, ആൻസി ജേക്കബ് എന്നിവർ പങ്കെടുത്തു. ശിക്ഷാവിധിക്കു ശേഷം കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ നടന്ന വധശ്രമ കേസിലെ പ്രതി ജയിലിലേക്ക്. നാട്ടിക വില്ലേജിൽ സന്ദീപ് എന്നയാളെയാണ് നാട്ടിക പരിസരത്ത് നിന്ന് വലപ്പാട് പോലീസ് പിടികൂടിയത്. സന്ദീപിന് കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. വധശ്രമ കേസിലും അടിപിടി കേസിലും അടക്കം 5ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രമേശ് MK, ASI-മാരായ മനോജ്, രാജേഷ് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ ബിജേഷ്, ജസ്ലിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കൊടകര കഞ്ചാവ് കേസിൽ കുപ്രസിദ്ധ ക്രിമിനൽ അറസ്റ്റിൽ. മറ്റത്തൂർ ഓളിപ്പാടം സ്വദേശി നമ്പുകുളങ്ങര വീട്ടിൽ കൊളത്തൂർ രഞ്ജു എന്നറിയപ്പെടുന്ന രഞ്ജുവിനെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് പിടികൂടിയത്. രഞ്ജുവിനെ പോലീസ് നിരീക്ഷിക്കുന്നതായി മനസ്സിലാക്കിയതിനാൽ കഞ്ചാവ് കൊടത്തിക്കൊണ്ടുവരാൻ ബിബിനെ അയക്കുകയായിരുന്നു. രഞ്ജു പോലീസിനെ കണ്ടാൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്വഭാവക്കാരനാണ്. വളരെ തന്ത്രപരമായാണ് രഞ്ജുവിനെ പിടികൂടിയത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലെ റൌഡിയും കൊടകര, കാട്ടൂർ, കൊരട്ടി, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനുകളിലും നിരവധി ക്രിമിനൽ കേസുകളുള്ള ആളാണ്. കൊടകര സർക്കിൾ ഇൻസ്പെക്ടർ PK ദാസ്, ASI ഗോകുലൻ, സീനിയർ CPUമാരായ സനൽകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് രഞ്ജുവിനെ പിടികൂടിയത്. തൃപ്രയാർ സെന്ററിൽ ഇരുമ്പ് വടികൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളിൽ ഒരാൾ കൂടി റിമാൻഡിലേക്ക്. നാട്ടിക സ്വദേശി രാധാകൃഷ്ണൻ എന്നയാളെ ഇരുമ്പ് വടികൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് താന്യം തോട്ടാഞ്ചിറ ദേശത്ത് സനിലിനെ പെരിങ്ങോട്ടുകര ഭാഗത്ത് നിന്ന് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബൈക്കിലെത്തി രാധാകൃഷ്ണനെ ഇരുമ്പുവടി കൊണ്ടും കൊന്നവടി കൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതാണ് കേസ്. രാധാകൃഷ്ണന്റെയും ഷിബുവിന്റെയും ബൈക്കുകൾ തല്ലി തകർത്തു. ഷിബുവും സുഹൃത്തുക്കളും രാധാകൃഷ്ണന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും ഇവർ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. ഈ കേസിൽ അന്വേഷണം നടത്തിവരവെ റോഷൻ, കാർത്തിക്, സായ്രാജ് എന്നിവരെ നേരത്തെ തന്നെ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ രമേശ്, സബ് ഇൻസ്പെക്ടർ സദാശിവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലെനിൻ, ജസ്ലിൻ തോമസ്, സിജി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും.
ജനപ്രിയ മാർപ്പാപ്പയ്ക്ക് ലോകം വിട ചൊല്ലി. കർദിനാൾ തിരുസംഘം തലവൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃശൂരിന്റെ തൊഴിൽ പൂരം ആരംഭിച്ചു. പങ്കെടുക്കുന്നത് 25,000-ലധികം ഉദ്യോഗാർത്ഥികൾ. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന് സുരക്ഷ കൂട്ടിയതായി സിറ്റി പോലീസ് കമ്മീഷണർ. താടിക്കുടം LP സ്കൂളിൽ നടന്നുവരുന്ന സമയത്തും ലിറ്റിൽ തിയേറ്റർ എന്ന കുട്ടികളുടെ അവധിക്കാല കളരി 27-ന് സമാപിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.